വീഡിയോയുടെ കമന്റ്സ് മൊത്തം അകിടി നിർത്ത പശു, ജേഴ്സി പശു, ഫുൾ ഓഫ് മിൽക്ക് നിറഞ്ഞിരിക്കുന്നു, ബ്രസ്റ്റിന്റെ സൈസ്, ഇതൊക്കെയാണ്. അസ്ലാം മാർലി ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് പോസ്റ്റ് ചെയ്തിരുന്നു. ആ റീൽസിന്റെ അടിയിൽ ലൈംഗിക ചൊവ്വയോടെ നിറഞ്ഞ കമന്റ്സുകളായിരുന്നു മുഴുവനും. അതിന് റിയാക്ട് ചെയ്തൊരു വീഡിയോയുടെ ചെറിയൊരു ഭാഗമാണ് നിങ്ങൾ തുടക്കത്തിൽ കണ്ടത്. എന്തായാലും ആ ബാഡ് കമന്റ്സ് വന്ന വീഡിയോ ഏതാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്ന് പറഞ്ഞാൽ അവരെന്തോ നെറ്റ്ഫ്ലിക്സിന്റെ ഒരു പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുത്തു വെച്ച പോലെയാണ്. എല്ലാം കൊണ്ടും അവർക്ക് അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടിയിരിക്കണം. അവരുടെ പാർട്ട്ണർ ലോയൽ ആയിരിക്കണം, അവിടെ പാർട്ട്ണർ ഇങ്ങോട്ട് തിരിഞ്ഞാൽ പറയണം, അങ്ങോട്ട് ചാടിയാ പറയണം, ഇങ്ങോട്ട് മറിഞ്ഞാൽ പറയണം, അങ്ങനെ മൊത്തത്തില് അങ്ങനെയുള്ള ജീവിതങ്ങളുണ്ട് നമ്മൾ ആദ്യം തന്നെ വിട്ട് കളയണം. കാരണം അല്ലെങ്കിൽ ഭാവിയിൽ ദുഃഖിക്കേണ്ടി വരും. ലോയൽ ആയിരിക്കണം എന്ന ഇവരുടെ ഓൺ ബിഹേവിയർ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടിയിരിക്കുന്നു. ഇവരുടെ ഓൺ ബിഹേവിയർ എന്ന് വെച്ചാൽ ഈ വീഡിയോയുടെ അടിയിലായിരുന്നു ഞാൻ പറഞ്ഞ പോലെ ആ ബാഡ് കമൻസ് ഒക്കെ വന്നിരുന്നത്. നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇവർ ഡെലിവറി കഴിഞ്ഞിട്ട് ഏകദേശം 7 മാസത്തോളം ആകുന്നുള്ളൂ. ഒരു സ്ത്രീക്കും പുരുഷനും അറിയാലോ, ഡെലിവറി കഴിഞ്ഞാൽ സ്ത്രീകളുടെ ശരീരത്താണെങ്കിൽ അതാത് മാറ്റങ്ങൾ ഉണ്ടാവും. അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് പോലും കമൻറ്റോളികൾക്കില്ല എന്നതാണ് വാസ്തവം. മഴയാണെങ്കിൽ രാവിലെ വെയില്, അങ്ങനത്തെ ഒരു സ്വഭാവമായിരിക്കും. രാവിലെ നീ ആരാ, നിനക്ക് എന്ത് വേണം, നീ എനിക്ക് എന്തിനു മെസ്സേജ് അയക്കണമെന്ന് ചോദിച്ച ആള് രാത്രിയായേ പറയും എനിക്ക് ഫീലിങ്സ് കാരണം ഉറക്കം വരുന്നില്ല, എനിക്ക് നിന്നോട് ഭയങ്കര ഫീലിങ്സ് ആണ് എന്ന് പറയും. അങ്ങനെ ഇവരുടെ ബിഹേവിയർ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതായത് പുരുഷന്റെ ബിഹേവിയർ മാറുന്നതനുസരിച്ച് സ്ത്രീകളും മാറണം എന്നൊരു നിലപാടാണ് പലയിടത്തും നടക്കുന്നത്. മൈൻഡ് ഗെയിംസ് ആണെങ്കിൽ പിന്നെ പറയേ വേണ്ട. അതിന്റെ സീസൺ അവസാനിക്കുന്നില്ല. സീസൺ 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും മൈൻഡ് ഗെയിംസ് എന്ന് പറയുന്ന ഒരു സംഭവം. സോ ലൈഫ് ലെസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മിക്സ്ഡ് സിഗ്നൽസ് തരുന്നവരെ പ്രേമിക്കാതിരിക്കുക. അവർക്ക് പക്ഷെ പ്രേമിക്കുന്ന സമയത്ത് എങ്ങനെയുള്ള ആൾക്കാരാണെന്ന് നമുക്ക് മനസ്സിലാകില്ലല്ലോ. ഒരു ജീവിതത്തിലേക്ക് കടന്നു കഴിയുമ്പോഴായിരിക്കും ഈ വ്യക്തി ഇത്തരക്കാരനായിരുന്നോ, ഇത്ര മോശമായിരുന്നോ എന്നൊക്കെ തിരിച്ചറിയുന്നത്. ചിലപ്പോൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞ നമ്മുടെ ഭാഗ്യം അല്ലെങ്കിൽ നിർഭാഗ്യം, അത്ര ഇതിൽ പറയാനുള്ളൂ. നിങ്ങളോട് ലോയലായിട്ട് പെരുമാറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വീഡിയോയുടെ അവസാനം പറഞ്ഞ പോയിന്റ് ലോയൽറ്റി, അത് ഇന്ന് ഒട്ടുമിക്ക പാർട്ട്നേഴ്സിനും കുറവാണ്. 100-ൽ വല്ല 5 പേർക്ക് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം. കാരണം അതില്ലാത്ത ഒട്ടുമിക്ക ജീവിതങ്ങളും ഇന്ന് അടിച്ചു പിരിഞ്ഞൊരു അവസ്ഥയാണ്. ഈ വീഡിയോയുടെ അടിയിലായിരുന്നു അവരൊരു അമ്മയായ സ്ത്രീയാണെന്ന് പോലും ഗൗനിക്കാതെ കമന്റോളികൾസ് ലൈംഗിക ചൊവ്വയോടെ കമന്റ് ഇട്ടത്. അത് എന്തൊക്കെയാണെന്ന് എനിക്ക് പറയാൻ താല്പര്യമില്ല. കാരണം അത് കേട്ടിട്ട് എനിക്ക് തന്നെ അറപ്പ് തോന്നുന്നു. എന്തായാലും അവരിതിന് പ്രതികരിച്ചിട്ട വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് കണ്ടപ്പോഴാണ് ഞാനൊരു പ്രധാന വിഷയം, ഇത്രയും സെക്സ് എഡ്യൂക്കേഷൻ വീഡിയോസ് ചെയ്യുന്ന ഞാനൊരു പ്രധാന വിഷയം സംസാരിച്ചില്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ചത്. പീനസ് സൈസ്, പുരുഷ ലിംഗത്തിന്റെ സൈസ്. ചില ആളുകളിൽ അല്ലെങ്കിൽ ചില പുരുഷന്മാരിൽ ഈ പീനസ് സൈസ് സ്മോൾ ആയിരിക്കും എന്ന് വെച്ചിട്ട് ഇത് ഇവരുടെ സെക്ഷൽ ലൈഫിനെ എഫക്ട് ചെയ്യാനോ ഒന്നും പോകുന്നില്ല ഒരു തരത്തിലും. ഇത്തരം ഒരു ചിന്താഗതി പുരുഷന്മാർക്കിടയിൽ ഉണ്ടാകാൻ കാരണം ഈ പോൺ വീഡിയോസിൻ്റെ സ്വാധീനം തന്നെയാണ്. കാരണം അത് കണ്ടിട്ട് അതാണ് റിയൽ ജീവിതം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉണ്ട്. അവരുടെ ഇൻറ്റിമസിനെയോ പാർട്ട്ണറിനായിട്ടുള്ള ഒന്നും എഫക്ട് ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ ചില ആണുങ്ങളിൽ ഇതൊരു ഇൻസെക്യൂരിറ്റി ബിൽഡ് ചെയ്യും. അതൊരു പിയർ പ്രഷർ കാരണം, ഫ്രണ്ട്സിൻ്റെ ഇടയിലുള്ള ജോക്സ് കാരണമായിരിക്കാം, സൊസൈറ്റി പ്രഷർ കാരണമായിരിക്കാം, ഈ പോൺ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അതിൽ കാണിക്കുന്ന അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ് ഒക്കെ കാരണമായിരിക്കാം ഇവർക്ക് തോന്നും, ഇവർക്ക് ആ ഒരു മസ്കുലിനിറ്റി, പുരുഷത്വം ഇവർക്ക് ഇല്ല, കുറവാണ്, ഇത് കുറവാണെന്ന് പറഞ്ഞ് ഇവർക്ക് ഭയങ്കര സൈക്കോളജിക്കലി അതൊരു പ്രശ്നം ഉണ്ടാക്കി മാറ്റും. സത്യത്തിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒരു കുഴപ്പവും ഇല്ലാത്തതാണ്. പുള്ളിക്കാരി ചുരുക്കത്തിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഫീമെയിൽ ബോഡീസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പോലെ മെയിൽ ബോഡീസിലും ഉണ്ടാകും. അത് പലർക്കും പലതരത്തിലുള്ള ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാക്കുന്നു എന്നതാണ് വാസ്തവം. ഇതിന് കാരണം പല മനുഷ്യരും പല ജനറ്റിക്സിൽ പെട്ടതാണല്ലോ. അപ്പോൾ അതിൻ്റെതായ മാറ്റങ്ങൾ ഓരോ മനുഷ്യരിലും കാണും എന്ന് നമ്മൾ സാമാന്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഈ വീഡിയോസിന്റെ കടയിൽ ബാഡ് കമന്റ്സ് വന്നപ്പോൾ അതിനെതിരെ റിയാക്ട് ചെയ്ത് ഒരുപാട് പേർ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഒരമ്മയുടെ വില അറിഞ്ഞവൻ ആരായാലും അതിന് പ്രതികരിച്ചു പോകും. അത് ഈ പറയുന്ന ഞാനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇത്തരം കമന്റോളികൾസിനെതിരെ പ്രതികരിക്കാൻ പോയാൽ അതെങ്ങും എത്തില്ല. കാരണം ഒരു ഫേക്ക് ഐഡന്റിറ്റിയിലാണ് ഇവന്മാർ വന്ന് കമന്റ് ഇടുന്നത്. ചിലപ്പോൾ ഒരു പുരുഷന്റെ പടം വെച്ച് വരുന്നത് സ്ത്രീയാകാം, ചിലപ്പോൾ പുരുഷൻ തന്നെയാകാം, അല്ലെങ്കിൽ പുരുഷന്റെ പടം വെച്ച് വരുന്നത് സ്ത്രീയാകാം. എന്തായാലും നമ്മൾ ചിലപ്പോൾ അതെടുത്ത് പ്രതികരിക്കാൻ പോയാൽ നിരപരാധിയായവരായിരിക്കാം ക്രൂശിക്കപ്പെടുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ബാഡ് കമന്റ്സ് വന്നാൽ അവരെ ഒന്നിലെ റിപ്പോർട്ട് അടിച്ചു വിടുക, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു താഴെ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.